ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ഗ്ലാസ്. ദിസ് ഈസ് ഡ്യൂ ടു പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് നോൺ ആസ്. ഓപ്ഷൻ എ അഡീഷൻ, ഓപ്ഷൻ ബി കൊഹിഷൻ, ഓപ്ഷൻ സി സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ഡി വിസ്കോസിറ്റി. മെർക്കുറി ഒരു നോൺ വെറ്റിംഗ് ലിക്വിഡാണ്, അല്ലെങ്കിൽ അത് ഗ്ലാസ് സർഫസിനെ വെറ്റ് ചെയ്യില്ല. ഇത് ഏത് പ്രോപ്പർട്ടി കാരണമാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി സർഫസ് ടെൻഷനാണ്. ഇവിടെ സർഫസ് ടെൻഷൻ ആണോ കൊഹിഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. മെർക്കുറിക്ക് കൊഹിസീവ് ഫോഴ്സ് കൂടുതലാണ്. മെർക്കുറി ഗ്ലാസും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും കൊഹിസീവ് ഫോഴ്സ് കൂടുതലായാണ്. അതുകൊണ്ട് തന്നെ കൊഹിസീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സർഫസ് ടെൻഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മെർക്കുറിയുടെ സർഫസ് ടെൻഷൻ ഫോഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെർക്കുറിയുടെ സർഫസ് ഹൈലി സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അതൊരു ഡ്രോപ്ലെറ്റ് ഫോമിലേക്ക് ഫോം ചെയ്യാൻ ശ്രമിക്കും. ഈ മെർക്കുറിയും ഗ്ലാസ് സർഫസും ഫോം ചെയ്യുന്ന കോണ്ടാക്റ്റ് ആംഗിൾ കൂടുതലായിരിക്കും. മെർക്കുറി ഒരു ഡ്രോപ്ലെറ്റ് ഫോമിൽ ഗ്ലാസ് സർഫസിൻ്റെ മേളിൽ സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. അതൊരിക്കലും ഗ്ലാസിനെ വെറ്റ് ചെയ്യിക്കില്ല. അതുകൊണ്ട് തന്നെ ആൻസർ സർഫസ് ടെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഓഫ് ദ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഈസ്. ഓപ്ഷൻ എ ലീനിയർ, ഓപ്ഷൻ ബി പാരാമോളിക്, ഓപ്ഷൻ സി ഹൈപ്പർബോളിക്, ഓപ്ഷൻ ഡി ഇൻവേഴ്സ് ടൈപ്പ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോർ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ് അപ്ലൈഡ് ഓൺ ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഷിയർ സ്ട്രെസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻസ് എപ്പോഴും ലീനിയർ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫ്ലൂയിഡിൻ്റെ ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയൻറ്റും തമ്മിലുള്ള ജനറൽ റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ A, B എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയൻറ്റും തമ്മിലുള്ള റിലേഷൻസ് വരുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സിൻ്റെ ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വിസ്കോസിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഐഡിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി 0 ആയിരിക്കും. വിസ്കോസിറ്റി 0 ആയിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും, നോ റെസിസ്റ്റൻസ് ടു മോഷൻ. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് ഒരു ഇമാജിനറി ഫ്ലൂയിഡാണ്. ഇനി റിയൽ ഫ്ലൂയിഡ്, ഒരു ഡെഫിനറ്റ് വിസ്കോസിറ്റി ഉള്ള എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിന് യൂസ് ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സും എന്താണ്, റിയൽ ഫ്ലൂയിഡ്സ് ആണ്. നെക്സ്റ്റ് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്. വിസ്കോസ് ഫ്ലൂയിഡിൻ്റെ ജനറൽ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂ 1 B എന്നുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അതിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. അതാണ് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇനി നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഷിയർ ഫോഴ്സ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. ഇനി ഇതിനെ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഫ്ലൂയിഡ് എന്നും ടൈം ഇൻഡിപെൻഡൻറ്റ് ഫ്ലൂയിഡ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് വിസ്കോസിറ്റി ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ടൈം ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഇനി വിസ്കോസിറ്റി ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ടൈം ഡിപ്പെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി ടൈം ഇൻഡിപെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്നതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് വരെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും. അതിനുശേഷം അത് ഒരു സ്മൂത്ത് ഫ്ലോ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫ്ലൂയിഡാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രാഫിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇനീഷ്യലി സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനേക്കാളും കൂടുതലായിരിക്കും. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്തു വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്നുകൂടി പറയാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് ഡൈലേറ്റൻ്റ് ഫ്ലൂയിഡ്.
ഡൈലാറ്റൻ്റ് ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഡൈലാറ്റൻ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതും ടൈം ഇൻഡിപെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൽ പെട്ടതാണ്. ഇവിടെ ഇനീഷ്യലി വിസ്കോസിറ്റി ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിനേക്കാളും കുറവായിരിക്കും, പക്ഷേ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനേക്കാളും കൂടുതലാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്നുകൂടി പറയാറുണ്ട്. നെക്സ്റ്റ് ടൈം ഡിപ്പെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡ്. തിക്സോട്രോപ്പിക് ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്തു വരും. ഈ കാണിച്ചിരിക്കുന്നതാണ് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡിൻ്റെ ഗ്രാഫ്. ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോളിയമാട്രിക് ചേഞ്ച് ഓഫ് ദ ഫ്ലൂയിഡ് കോസ്ഡ് ബൈ എ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ അഡ്ഹീഷൻ, ഓപ്ഷൻ ബി കൊഹിഷൻ, ഓപ്ഷൻ സി വോളിയമാട്രിക് ഇൻഡെക്സ്, ഓപ്ഷൻ ഡി കംപ്രസിബിലിറ്റി. ഫ്ലൂയിഡിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഒരു കൺഫൈൻഡ് സ്പേസിലുള്ള ഫ്ലൂയിഡിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കംപ്രസിബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. കംപ്രസിബിലിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഇനി ഇതിൻ്റോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെയും വോളിയമാറ്റിക് സ്ട്രെയിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൾ പെൻസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി സർഫസ് ടെൻഷൻ, ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി ബോയിൽസ് ലോ. ആൻസർ ഓപ്ഷൻ ബി സർഫസ് ടെൻഷനാണ്. നമ്മൾ ബോൾ പെൻ വെച്ച് എഴുതുമ്പോൾ ബോൾ പെന്നിൻ്റെ അറ്റത്തുള്ള ബോളിൽ ഇങ്കിൻ്റെ ഒരു സ്ട്രെച്ച്ഡ് തിൻ ലെയർ ഫോം ചെയ്യും. സർഫസ് ടെൻഷൻ കാരണം ഒരു തിൻ ലെയർ ഫോം ചെയ്യും. ഈ ബോളിൻ്റെ സർഫസിലുള്ള തിൻ ഇങ്ക് ലെയർ നമ്മൾ പ്രഷർ യൂസ് ചെയ്ത് പേപ്പറിലേക്ക് പകർത്തുമ്പോൾ പേപ്പറിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ബോൾ പെൻ വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ്. ഓപ്ഷൻ എ 1.36, ഓപ്ഷൻ ബി 13.6, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 2.5. ആൻസർ ഓപ്ഷൻ ബി 13.6. വാട്ടറിൻ്റെയും മെർക്കുറിയുടെയും സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും ഓർത്ത് വെക്കണം. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്, മെർക്കുറിയുടെ 13.6 ആണ്.